ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് നിയമപരമായി ശരിയാണോ എന്ന് ഈ പറയുന്ന കാണുന്ന പ്രേക്ഷകർ പറയണം. ഒരു 100-150 പേരെയൊക്കെ അടക്കുന്ന ഒരു രീതിയിൽ പോയാൽ ഇവിടുത്തെ നാട്ടുകാർ സമ്മതിക്കത്തില്ല. ആശങ്ക ഉളവാക്കുന്ന സംഭവമാണ്. കാരണം പല ഭാഗത്തു നിന്ന് ഒരുപാട് നിരവധി ശവശരീരങ്ങൾ കൊണ്ട് അടക്കുമ്പോൾ അത് ഈ നാട്ടുകാർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതായത് കുടിവെള്ളത്തിനടക്കം പല എല്ലുകളും കാലുകളും ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് അവർ ഈ അഗാധമായ കുഴിയെടുത്തത്. നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ചോ മറ്റൊരാൾക്ക് പ്രയാസം വരുത്തിയോ ഒരു കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഒരാൾ മരിക്കുമ്പോൾ അവരെ ഒന്ന് അടക്കണം, അത്യാവശ്യം ഒന്ന് അടക്കണം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ നടുക്കുന്ന് എന്ന സ്ഥലത്ത് ശവക്കോട്ടയ്ക്കായി കുഴിയെടുത്ത ഭാഗത്തായി അസ്ഥികൾ തെളിഞ്ഞു. സംഭവത്തിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. നിരവധി ശവശരീരങ്ങൾ അടക്കുന്ന തരത്തിൽ അഗാധമായ കുഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നേരത്തെ അടക്കിയിട്ടുള്ള മൃതദേഹങ്ങളുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു വന്നതെന്ന ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. നിരവധി പേരെ അടക്കുന്ന തരത്തിലുള്ള വലിയ കുഴി എടുത്തിരിക്കുന്നത് സമീപത്തെ വീടുകളിലുള്ള ജലാശയങ്ങളെ അടക്കം ബാധിക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അതേസമയം കുഴിയെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നാണ് സഭയിലെ പാസ്റ്റർ വ്യക്തമാക്കുന്നത്. ഒരുമിച്ച് മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന രീതിയിൽ ആയിരിക്കില്ലെന്നും 8 കല്ലറകൾ ആക്കിയായിരിക്കും നിർമ്മാണം നടക്കുകയെന്നും പാസ്റ്റർ കൊട്ടാരക്കര മീഡിയയോട് പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ ഈ നടുക്കുന്നിലെ ഈ ശവപ്പറമ്പേ, ഇത് നാട്ടുകാരുടെ അനുവാദം കൂടാതെ ഇത് വളരെ അഗാധമായ ഒരു കുഴി കുഴിച്ചിട്ടതിലാണ് ഇവിടെ പ്രശ്നമായത്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ ഈ കുഴി നികത്തിയിട്ട് ഓരോ സിംഗിൾ കല്ലറയ്ക്കുള്ള സ്ഥലമെടുത്തവർക്ക് പണിയാം. വലിയ ഒരു 100-150 പേരെയൊക്കെ അടക്കുന്ന ഒരു രീതിയിൽ പോയാൽ ഇവിടുത്തെ നാട്ടുകാർ സമ്മതിക്കത്തില്ല. തീർച്ചയായിട്ടും സഭ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇത് കൊട്ടാരക്കര നഗരസഭയിൽ നടുക്കുന്നിൽ ഭാഗത്തുള്ള നമ്മുടെ വിവിധ സഭകളുടെ ഒരു സെമിത്തേരിയാണ്. ഇവിടെ കാലാകാലങ്ങളായി സഭകൾ അവരവരുടെ ശവശരീരം അടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പം കഴിഞ്ഞ 2-3 ദിവസക്കാലം മുമ്പിട്ട് ഇവിടെ ഒരു സഭയുടെ നേതൃത്വത്തിൽ വലിയൊരു അഗാധമായ കുഴി, 10-15 അടി താഴ്ചയിൽ വലിയ വിസ്തീർണത്തിൽ വലിയൊരു കുഴി എടുക്കുകയും അത് നാട്ടുകാർക്ക് ആശങ്കയാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവരത് വ്യക്തമാക്കിയത് അവരുടെ ശവശരീരങ്ങൾ കൊണ്ട് അടക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് വ്യക്തമായ സംവിധാനങ്ങളുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇവിടെ നേരത്തെ നമ്മുടെ ഓരോ സഭക്കാർ ചെയ്യുന്നത് പോലെ ഓരോ സിംഗിൾ കല്ലറുകളായി ചെയ്യുക, അതിനൊന്നും നാട്ടുകാർ ഒരു തടസ്സവും പറയുന്നില്ല. പക്ഷേ ഇതൊരു ആശങ്ക ഉളവാക്കുന്ന സംഭവമാണ്. കാരണം പല ഭാഗത്തു നിന്ന് ഒരുപാട് നിരവധി ശവശരീരങ്ങൾ കൊണ്ട് അടക്കുമ്പോൾ അത് ഈ നാട്ടുകാർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതായത് കുടിവെള്ളത്തിനടക്കം നിരവധി പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് സഭാ നേതൃത്വത്തിനോട് നമ്മൾ നാട്ടുകാരും നമ്മളും പൊതുപ്രവർത്തകരും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അതിനൊരു നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൗൺസിലറടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നടുക്കുന്ന് എന്ന സ്ഥലത്തിൻ്റെ ഒരു അടുത്ത് താമസിക്കുന്ന, അതായത് ഈ പണ്ടെന്ന് പറയുന്ന വലിയ ഒരു ഇവിടെ ആൾ താമസമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോഴെന്ന് പറയുന്ന ഈ ശവം അടക്കുന്നതിൻ്റെ അടുത്ത് ഈ തൊട്ടടുത്തായിട്ട് ഒരുപാട് വീടുകളും പുതിയ വീടുകളൊക്കെ വന്നു. അതിന് ഫലമായിട്ടെന്ന് പറയുന്നത് നമ്മുടെ കിണറുകളിലെല്ലാം ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിത് മുടക്കുവാൻ വന്നത്. അത് സഭയുടെ എല്ലാവരും ഇവിടെ വന്നിരുന്നു, ഞങ്ങളത് സംസാരിച്ചു. പക്ഷേ എന്നാലും അവരെ ഓരോ മതിലിൻ്റെ എന്ന് പറഞ്ഞ മതിലിൻ്റെ നിയമപ്രകാരം 2 അടി വിട്ട് വേണം കുഴിയെടുക്കാൻ. ഇത് 2 അടിയും വിട്ടിട്ടില്ല. അവരെ ഫൗണ്ടേഷൻ വരെ തെളിച്ചാണ് അവർ അത് ചെയ്തേക്കുന്നത്. അത് നമുക്ക് വീഡിയോയ്ക്ക് വ്യക്തമായിട്ട് കാണാം. അത് നമ്മൾ സഭയുമായിട്ട് സംസാരിച്ചു. അത് ഈ കുഴി ഈ എടുത്ത കുഴി എന്ന് പറഞ്ഞാൽ അഗാധമായ കുഴിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് നാട്ടുകാർക്കല്ല, എല്ലാവർക്കും ഒരു അസൗകര്യമായ എന്ന് പറഞ്ഞാൽ അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം ഒരു അസൗകര്യമായ രീതിയിലാണ് സഭ പറയുന്നത്. ഒരാൾക്ക് വേണ്ടിയാണ് കല്ലറ എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല. ഈ കല്ലറയെന്ന് പറയുന്നത് ഒരു 10,000 പേരെ മാറി അടക്കുവാൻ വേണ്ടിയുള്ള ഒരു സെല്ലാണ് ഇവർ നിർമ്മിക്കാൻ പോകുന്നത്. അതാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇതിപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അത് നിയമപരമായിട്ട് അത് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കതിന് തടസ്സമില്ല.
അത് നേരത്തെ എന്ന് പറയുന്നത് ഒരു അവർ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഒരു സെമിത്തേരി തന്നെയാണ്. അത് നേരത്തെ മൊത്തം അടക്കി ഇത് തീർന്നതിന് ശേഷം പല എല്ലുകളും കാലുകളും ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് അവർ ഈ അഗാധമായ കുഴിയെടുത്തത്. അന്നേരം ഇതിന് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. എന്നാൽ ഇത് അവർക്ക് യോജിച്ച, അതായത് നാട്ടുകാർക്കും എല്ലാവർക്കും യോജിച്ച നിലയിൽ ചെയ്യുന്നതിന് ഞങ്ങളായ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് തടസ്സമില്ല. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ നടുക്കുന്ന ലൈനിൽ വലിയവള ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു JCB വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നത് ഞങ്ങളിവിടെ കണ്ടു. പക്ഷെ ഞങ്ങൾ ഇന്നലെ വരികയും ഇത് കണ്ടപ്പോൾ ഇത് അനധികൃതമായാണ് ഇത് ചെയ്യുന്നതെന്നും ഇവിടെ പല കല്ലറകളും പൊളിച്ചുകൊണ്ടാണ് ഇത് ഇവർ ചെയ്തതെന്നും നമുക്കത് മനസ്സിലാകുകയും നമ്മൾ ആ സഭയുടെ ആൾക്കാരെ ബന്ധപ്പെട്ടവരെ അത് ബന്ധപ്പെടുകയും നമ്മൾ അവരെ ഇവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഈ നിമിഷം നമ്മളിവിടെ കാണുന്നത് ഈ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് നിയമപരമായി ശരിയാണോ എന്ന് ഈ പറയുന്ന കാണുന്ന പ്രേക്ഷകർ പറയണം. അത് മാത്രമല്ല, ഞങ്ങൾക്കിവിടെ അടക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു എതിരുകളുമില്ല. ഈ പറയുന്ന ഒരു 1-2 ബോഡികൾ നമ്മൾ അടക്കുന്നതിന് ഒരു കുഴപ്പങ്ങളില്ല. പക്ഷേ ഇത് അഗാധമായ ഒരു 12 അടിയോളം കുഴിയെടുത്താണ് ഇത് ചെയ്യുന്നത്. ഈ 12 അടിയിൽ ഒരു 1000 പേരെ അടക്കത്തക്കോണമാണ് ഈ കുഴിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഈ പറയുന്ന നടുക്കുന്ന നിവാസികൾ ഇത് ഒരിക്കലും അനുവദിക്കില്ല. ഇതുമായി മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് ആ സഭ അത് നിർത്തിവെക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു അംഗീകൃത ശുശ്രൂഷകനാണ്. ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനം 100-ൽ പരം വർഷമായി കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളൊരു പ്രസ്ഥാനമാണ്. അതിലൊരു കേരള സ്റ്റേറ്റിലെ ഒരു സഭയാണ് കൊട്ടാരക്കര സഭ. തൃക്കണമംഗലത്തുള്ള ഞങ്ങളുടെ സെമിത്തേരി കഴിഞ്ഞ 33 വർഷത്തിൽ പരമായി അവിടെ ശവം അടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെയുള്ള വസ്തു ഏകദേശം 3.5 സെൻറ്റ് സ്ഥലം അടുത്താണ് അവിടെ ഉള്ളത്. ആ സ്ഥലത്ത് ഇവിടെ മരിക്കുന്നവരെ അവിടെ അടക്കം ചെയ്യുവാനാണ് അന്ന് ആ സ്ഥലം വാങ്ങിയതും. അങ്ങനെ അവിടെ പലരെ അവിടെ അടക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു 8 കല്ലറ പണിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഞങ്ങളൊരു കോൺട്രാക്ടറെ കണ്ട് അത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അത് ഏൽപ്പിക്കുകയും ചെയ്തു. കാരണം നാട്ടുകാർക്കോ ദേശത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് അത് ചെയ്യുവാൻ തീരുമാനിച്ചത്. എന്നാൽ ആ കുഴി എടുത്തപ്പോൾ അല്പം ആഴവും കൂടിപ്പോയി, സൈഡും കുറേ ഈ മഴ ആയതുകൊണ്ട് ഇടിഞ്ഞു വീണു. അപ്പം അങ്ങനൊരു പ്രയാസമുണ്ട്. എന്നാൽ ഞങ്ങൾ അത് പരിഹരിച്ച്, അതായത് 2 സൈഡിലും നിശ്ചിതമായ സ്ഥലം വിട്ടിട്ട് മാത്രമേ ആ കല്ലറ പണിയത്തുള്ളൂ. അത് നമ്മൾ 8 കല്ലറ, ഒറ്റ കുഴിയല്ല, 8 കുഴികളായിട്ട് തന്നെയായിരിക്കും അതുള്ളത്. അതിൻ്റെ താഴ്ച കല്ലറയുടെ മുകൾ ഭാഗം തൊട്ട് താഴോട്ട് 8 അടിയായിരിക്കും. അതാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് അത് ചെയ്യുന്നത്. ഭൂമി നിരപ്പിൽ നിന്ന് ആ സ്ലാവിൻ്റെ കനമേ മുകളിലോട്ട് വരത്തുള്ളൂ, അതിന് മുകളിലോട്ട് വരികയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാർ ഞങ്ങളെ സമീപിക്കുകയും ആ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരോട് 3 പ്രാവശ്യം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ ഞങ്ങൾക്ക് അനുകൂലമായ നിലയിലാണ് സംസാരിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചു. കാരണം അങ്ങനെയല്ല, ഇപ്പോൾ കാണുന്ന കുഴി പോലെയുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല എന്നും ഞങ്ങൾ കല്ലറകൾ തിരിച്ച് ആണ് അത് ചെയ്യുന്നതെന്നും അതിനകത്തിൽ ഒത്തിരി പേരെ അടക്കാനുള്ള കല്ലറ അതിനകത്ത് പറ്റത്തില്ല. കാരണം ഈ വസ്തു തന്നെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാനും കഴിയത്തില്ല. അപ്പോൾ ആരെങ്കിലും മരിക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് അടക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് ഇതിപ്പോൾ ഒന്നിച്ചു പണിയാൻ തീരുമാനിച്ചത്. അതൊരിക്കലും സെല്ലാറല്ല, ഭൂമിക്കടിയിലോട്ട് കുഴിയെടുത്ത് ഓരോന്ന് പാർട്ടീഷൻ ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ ചിന്തിച്ചതും തീരുമാനിച്ചതും. എന്നാൽ അവിടെയുള്ള ചില വ്യക്തികളെ സംബന്ധിച്ച് അത് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും അവരതിനകത്തിലൊരു തർക്കം പറയുന്നുണ്ട്. രാവിലെ അവിടുത്തെ മെമ്പറും അതായത് മുനിസിപ്പാലിറ്റിയുടെ മെമ്പറും ഒക്കെ അവിടെ വന്നായിരുന്നു. അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും നമുക്ക് ദോഷമില്ലാത്ത നിലയിലാണ് അവരും സംസാരിച്ചത്. ഞങ്ങൾ ഒരിക്കലും ഒരു ദേശത്തിനോ ഒരു മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇനി ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ചോ മറ്റൊരാൾക്ക് പ്രയാസം വരുത്തിയോ ഒരു കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
നമ്മുടെ ഇവിടെ ഒരാൾ മരിക്കുമ്പോൾ അവരെ ഒന്ന് അടക്കണം, അത്യാവശ്യം ഒന്ന് അടക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും അങ്ങനെ പണിഞ്ഞിടാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളും പണിഞ്ഞിടുന്നത്. ഞങ്ങളിവിടെ 140 ഫാമിലി ഞങ്ങളുടെ സഭയിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചിന്ത. അല്ലാതെ മറ്റുള്ള എല്ലാ തെറ്റിദ്ധരിപ്പിക്കലും വ്യാജമാണ്. ഞങ്ങൾ ആരോടും വ്യാജം പറയത്തില്ല. അങ്ങനെ വ്യാജം പറഞ്ഞൊരു കാര്യം ചെയ്യേണ്ട ആവശ്യകത ഞങ്ങൾക്കില്ലതാനും. വളരെ സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ.